മഹാത്മാഗാന്ധിയുടെ 155ാമത് ജയന്തി ആഘോഷം കായംകുളം പെരിങ്ങാല മേഖല 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി. അനുസ്മരണ സമ്മേളനം കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 155ാമത് ജയന്തി ആഘോഷം പെരിങ്ങാല മേഖല 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. മുക്കവല ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഹന സമരത്തിൽ കൂടി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ആ മഹാനുഭാവൻ ഇന്ന് ഈ ജന്മദിനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മഹാത്മജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 100 വർഷം പൂർത്തിയാകുന്ന ഒരവസരം കൂടിയാണ്. 1924 ബൽഗാമിൽ ചേർന്ന AICCയുടെ സമ്മേളനമാണ് മഹാത്മജിയെ AICC പ്രസിഡന്റായി നിയമിച്ചത്. അതിന്റെ 100ാം വാർഷികം കൂടിയാണ് ഈ ഒക്ടോബർ 2 ഈ ദിവസം. മഹാത്മജി സ്വാതന്ത്ര്യം നേടിത്തന്നത് സഹന സമരത്തിൽ കൂടിയാണ്. രാജ്യമെമ്പാടും ഓടി നടന്ന് ഒരർദ്ധ ഫക്കീറിനെ പോലെ ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ സമരം, ആ സമരത്തിന്റെ പരിണിത ഫലമാണ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായത്. നഗരസഭാ കൗൺസിലർ അൻസാരി കോയിക്കലേത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തപ്പോൾ അതുവരെയുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സൂര്യനസ്തമിക്കാത്ത ഒരു കിരീടത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോലുകളും അംശവടികളും തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി അന്ന് നമ്മെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോയ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ആയുധശേഷി കൊണ്ട് നമുക്കൊന്നും കഴിയില്ലായിരുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് നമുക്കൊരു പരിശീലനവും ഉണ്ടായവരല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ്റെ, സമാധാനപ്രിയന്റെ ഏറ്റവും വലിയ ആയുധം അഹിംസയായിരുന്നു. ഹിംസയ്ക്കെതിരെ അഹിംസ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലോകം അന്ന് വരെ ദർശിക്കാത്ത സത്യാഗ്രഹ സമരത്തിലൂടെ അദ്ദേഹം കടന്നു വന്നു. അത്ഭുതത്തോടെയാണ് ലോകം അതിനെ നോക്കിക്കണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് ആയുധമെടുക്കാത്ത സമരം സമ്മാനിച്ച മഹാനുഭാവനാണ്, രാഷ്ട്രീയ നേതാവാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എത്രയെത്ര ആളുകൾ അതിനു മുൻപും പിൻപും മരിച്ചു വീണു രാജ്യത്തിന് വേണ്ടി. 1 ലക്ഷത്തോളം വരുന്ന ദേശസ്നേഹികൾ, ദേശാഭിമാനികൾ ബ്രിട്ടീഷുകാരുടെ നെറുനോക്കിന് മുന്നിൽ ഈ മൂവർണ്ണക്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത സമരങ്ങളിലൂടെ അവർ മരിച്ചു വീണു. അവർ നൽകിയ ചോരത്തുള്ളികളാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ഇന്നത്തെ നമ്മുടെ യുവതലമുറയിൽ ഒരുപറ്റം ആളുകൾ DCC അംഗം EM അഷ്റഫ്, നേതാക്കളായ S വിജയനാഥ്, Y അബ്ദുൾ റഷീദ്, ഹാഷിം സേട്ട്, സാം ഐസക്, നിസാർ കോയിക്കലേത്ത്, ജെയിംസ് ഫിലിപ്പ് കടവിൽ, സയ്യിദ് കോയിക്കലേത്ത്, ഷെരീഫ് കൂട്ടിൽ, സുരേഷ് വാലയിൽ, ഷെറഫ് പട്ടന്റെ പറമ്പിൽ, കാർത്തികേയൻ നെടുന്തറയിൽ, സൈഫുദ്ദീൻ ഷിൻസി മൻസിൽ, കുഞ്ഞുമോൻ മിർസ മൻസിൽ, തോമസ് കോശി ചക്കാലയിൽ, ഷറഫുദ്ദീൻ, മഹേശൻ എന്നിവർ സംസാരിച്ചു. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.